തമിഴ്, തെലുങ്ക്, കന്നഡ ആൻഡ് ടോക്സിക്കിലുണ്ടെന്ന്. അതെ, യെസ്, അത് തുറമുഖത്ത് നിന്ന് ടോക്സിക്കിലേക്ക്. ടോക്സിക്കിനെ കുറിച്ച് എനിക്ക് അറിയാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് സേ സംതിങ്, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, വാട്ട് ഇസ് ഹാപ്പനിങ് ദേർ? ടോക്സിക് ഞങ്ങളിപ്പോ 1 year കൂടുതലായി ഷൂട്ടിംഗ് തുടങ്ങിയത്. ഭയങ്കര ലാർജ് സ്കെയിൽ ആണ് പടം. അപ്പോൾ ഇന്റർനാഷണൽ, ആക്ച്വലി ഇന്റർനാഷണൽ പ്രൊജക്ട്. അപ്പോൾ അതിന് ഷൂട്ട് ചെയ്യാൻ അത്ര സമയം വേണം, അത്രയും അതിൽ ആർട്ടിസ്റ്റും ഇൻവോൾവ് ആണ്. അപ്പോൾ ഇനിയും വി ഹാവ് ഓൾമോസ്റ്റ് 1/4 ഓഫ് ദ ഷൂട്ടിംഗ് സ്റ്റിൽ റിമൈനിങ്. അത് ബട്ട് ഇറ്റ്സ് എ വെരി ഫൺ. റിലീസ് ഡേറ്റ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചേക്കില്ലേ? അതെ, വി ആർ ഓൺ ട്രാക്ക് ഫോർ ദാറ്റ്. അതെ. ബട്ട് നമ്മൾ ടെക്നീഷ്യൻസ്, ഇപ്പോൾ രാജീവേട്ടൻ, ഗീതുവാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. രാജീവേട്ടൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ, രാജീവേട്ടൻ ആ ഒരു ക്യാൻവസും ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്ലേ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ലൈവായിട്ട് കാണുന്നതൊക്കെ ഭയങ്കര ഭാഗ്യം. ആൻഡ് എനിക്കിതിൽ ലക്കിലി വൺ ഓഫ് ദ പ്രൈമറി ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ ത്രൂ ഔട്ട് എൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഫിലിം ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ബീൻ എ വെരി റിവാർഡിങ് എക്സ്പീരിയൻസ്. ഞാൻ ചോദിക്കുന്നത്, ഈ തുറമുഖമാണോ അതിനൊരു പാത്വേ ആയിട്ട് മാറിയത്? എന്ന് പറയാം. അതെ, തുറമുഖം ചെയ്തപ്പോഴാണ് ഞാൻ രാജീവേട്ടനായിട്ട് ക്ലോസ് ആയതും ഗീതുവായിട്ട് ക്ലോസ് ആയതും. അപ്പോൾ ഗീതു അപ്പോഴേ മുതൽ പറയണ്ടായിരുന്നു, സുധീർ, വി ഹാവ് ടു വർക്ക് ടുഗദർ, എങ്ങനെയെങ്കിലും നമുക്ക് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ്. പിന്നെ ഗീതു ഈ പ്രൊജക്റ്റ് ഗീതുവിടെ ഓണായി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി അവർ കുറെ കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനൊക്കെ നോക്കി. യഷിന് അത് അത്ര ശരിയായില്ല. അവസാനം ഗീതു പറഞ്ഞു, ഞാൻ പിന്നെ എൻ്റെ ട്രംപ് കാർഡ് ഇറക്കി. പിന്നെ യശ് പറഞ്ഞു, ഈ പയ്യനെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പൊ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ അതിലോട്ടേക്ക് വിളിച്ചെടുത്തു. അങ്ങനെ ഒരു കഥ. അത് സോ ഇറ്റ്സ് ബീൻ എ വെരി റിവാർഡിങ് എക്സ്പീരിയൻസ്. അത് നീ ഒരു 1/4 ബാക്കിയുണ്ട് എൻ്റെ ഷോ? അപ്രോക്സിമേറ്റ്ലി. ഇതുവരെ എങ്ങനെയുണ്ട്? more than